ജീവിതം ക്ഷണികമാണ്. ജീവിതം എത്ര നിസാരമാണ്. പുൽക്കൊടിത്തുമ്പിലെ മഞ്ഞിൻതുള്ളി പോലെ ക്ഷണികമാണ് ജീവിതം. ഈ നിമിഷം ഇവിടെയുണ്ട്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയുകയില്ല. ഇത്രയും ക്ഷണികമായ ജീവിതത്തിനു വേണ്ടി എന്തെല്ലാമാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. എത്രയെത്ര അക്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മതവും മാത്സര്യവും മനുഷ്യ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നു. ആരും ആരെക്കാളും വലിയവനോ ചെറിയവനോ അല്ല. ഒരാൾ മറ്റൊരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാകുന്നത്. മനുഷ്യ മനസ്സുകളിൽ അശാന്തി വിതച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ നേടാൻ പോകുന്നത്? ജീവിതം എപ്പോൾ തുടങ്ങുമെന്നോ എപ്പോൾ അവസാനിക്കുമെന്നോ അറിയാൻ കഴിയാത്ത സ്ഥിതിക്ക് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എല്ലാ വിജയത്തിൻ്റെയും കണക്കുകൾ മരണത്തോടുകൂടി അവസാനിക്കുന്നു. എങ്ങുനിന്നുമല്ലാത്ത എവിടേക്കുമല്ലാത്ത ഒരു യാത്രയാണ് ജീവിതം. സ്വപ്ന സമാനമാണ് ജീവിതം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആശ്ചര്യം എന്താണ് എന്ന് ധർമ്മപുത്രരോട് ഒരു യക്ഷൻ ചോദിക്കുന്ന കഥയുണ്ട് മഹാഭാരതത്തിൽ. അതിന് ധർമ്മപുത്രർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ജീവികൾ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നു, എനിക്ക് മരണമില്ലെന്ന്. ഇതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. മരണത്തെ നീക്കി വയ്ക്കാൻ ആർക്കും സാധ്യമല്ല. അത് വന്നു കഴിഞ്ഞാൽ ഒരു ഒഴിവ് കഴിവും കേൾക്കുകയില്ല. പണ്ഡിതനും പാമരനും രാജാവും യാചകനുമെല്ലാം ഒരുപോലെ മരിക്കും. മരണം എല്ലാവരെയും തുല്യരാക്കുന്നു. ഈ ലോകത്ത് ഒന്നും തന്നെ ശാശ്വതമല്ല. ശാശ്വതമല്ലാത്തതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? വെറുതെ ദുഃഖത്തെ വിളിച്ചു വരുത്താൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. എത്ര മഹാരഥന്മാർ ഇതുവഴി കടന്നുപോയി. അവരുടെ സമ്പാദ്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞുവോ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമി ഇവിടെയുണ്ട്. നമ്മൾ മരിച്ചാലും ഈ ഭൂമി ഇവിടെ ഉണ്ടാവും. അതെൻ്റേതാണെന്ന് അവകാശപ്പെടുന്നത് വിഡ്ഢിത്തമല്ലേ? വിഡ്ഢികളെ കൊണ്ട് നിറഞ്ഞതാണ് ഈ ലോകം. ശ്വാസം നിലച്ചാൽ ശരീരം പുഴുവരിക്കും. ഈ ശരീരത്തെയാണ് നാം മഹത്വവൽക്കരിച്ചുകൊണ്ട് നടക്കുന്നത്. മലമൂത്രങ്ങൾ നിറഞ്ഞ ശരീരത്തിൽ നിന്നും എല്ലാവിധത്തിലുള്ള ദുർഗന്ധങ്ങളും വമിക്കുന്നു. അങ്ങനെയുള്ള ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യൻ അഭിമാനം കൊള്ളുന്നു. നിസാര കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാവുന്ന സൗന്ദര്യവും ആരോഗ്യവുമാണ് ഈ ശരീരത്തിനുള്ളത്. ശരീരാഭിമാനമുള്ളവനാണ് മനുഷ്യൻ. അവൻ്റെ അഹങ്കാരം മുഴുവൻ ഈ ശരീരത്തെ ചുറ്റിപ്പറ്റിയാണിരിക്കുന്നത്. ഈ ശരീരമൊന്ന് എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ അസഹ്യമായ വേദനയാണ് അനുഭവപ്പെടുക. ഇത്രയും ദുഃഖവും വേദനയും പേറിക്കൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. ആർക്കാണ് ഈ ശരീരത്തിൽ സുഖമുള്ളത്? ഒരല്പം സുഖം ലഭിച്ചെന്ന് കരുതുക. അപ്പോഴേക്കും അതിൻ്റെ ഇരട്ടി ദുഃഖവും വന്നു ചേരും. ഏതിൽ സുഖിച്ചുവോ അതൊക്കെ ഒടുവിൽ നമ്മെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ എവിടെ സുഖമുണ്ടോ അവിടെ ദുഃഖമുണ്ട്, എവിടെ സന്തോഷമുണ്ടോ അവിടെ സന്താപമുണ്ട്. അത് പ്രകൃതിയുടെ നിയമമാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു: അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രക പരിദേവന. ജീവജാലങ്ങളുടെ അവസ്ഥ ജനനത്തിന് മുൻപ് അവ്യക്തവും ജനന മരണങ്ങൾക്കിടയിൽ വ്യക്തവും മരണാനന്തരം വീണ്ടും അവ്യക്തവുമാണ്. അവ്യക്തത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. അവ്യക്തത്തിലേക്കു തന്നെ എല്ലാം തിരിച്ചു പോകുന്നു. അതിനാൽ ഒന്നും തന്നെ തൻ്റേതാണെന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. തൻ്റേതല്ലാത്തതിനെ തൻ്റേതെന്ന് കരുതിയവയെല്ലാം ഒരു ദിവസം കൈവിട്ടു പോകുമ്പോൾ ദുഃഖം നമ്മെ പിടികൂടും. സ്വന്തം ശരീരം പോലും നമ്മുടേതല്ല എന്ന് ആര് ചിന്തിക്കുന്നു?
സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ലോകം. രാവിലെ വിരിഞ്ഞ മനോഹരമായ പുഷ്പം വൈകുന്നേരമാകുമ്പോഴേക്കും വാടിക്കൊഴിഞ്ഞു വീഴും. ആ പുഷ്പത്തിൻ്റെ അഴക് നമുക്ക് ആസ്വദിക്കാം. എന്നാൽ അതിനോട് മമത വെച്ചാൽ അത് കൊഴിഞ്ഞു വീഴുമ്പോൾ ദുഃഖവും വേദനയും ഉണ്ടാകും. വ്യക്തികളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. നാം സ്നേഹിച്ചവർ ഒരു ദിവസം ചുടലയിൽ എരിഞ്ഞു തീരും. ഏതിനെയൊക്കെ നാം സ്വന്തമാക്കാൻ ശ്രമിച്ചുവോ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഏതിലൊക്കെ നാം സുഖം കണ്ടെത്തുന്നുവോ അതിൻ്റെയൊക്കെ പിന്നിൽ ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ട്. ദുഃഖത്തിൻ്റെ കിരീടം ചൂടിക്കൊണ്ട് മാത്രമേ സുഖം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ ബന്ധു നാളെ ശത്രുവായെന്ന് വരാം. സന്തോഷം ദുഃഖമായി പരിണമിച്ചു എന്നും വരാം. സാഹചര്യത്തിന് ചെറിയൊരു മാറ്റമുണ്ടായാൽ എല്ലാം തകിടം മറിയുന്നത് കാണാം. വിജയത്തിന് പിറകെ പരാജയവും നമ്മെ തേടിയെത്തുന്നു. ഒരുവൻ മറ്റൊരുവനെ താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ കാലിൽ വേറൊരുവൻ പിടിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് ജീവിതം. വിജയശൃംഖത്തിലിരിക്കുന്നവൻ തൻ്റെ സ്ഥാനം തെറിക്കുമോ എന്ന് സദാ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ജീവിതം എന്താണോ നമുക്ക് തരുന്നത് അതിനെ സ്വീകരിക്കുക. അനധികൃതമായി ഒന്നിനെയും സ്വന്തമാക്കാൻ ശ്രമിക്കാതിരിക്കുക. ഈ ലോകത്ത് ബോധപൂർവം ജീവിക്കുക. കുളിർക്കാറ്റ് വന്ന് നമ്മെ തഴുകുന്നു. നമ്മൾ അതിനെ തേടി പോയതാണോ? അല്ല. അതുപോലെ ഓരോ കാര്യവും വന്ന് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അനാവശ്യമായി ഒന്നും ചിന്തിക്കാതിരിക്കുക. വരുന്നതിനെ വരുവാനും പോകുന്നതിനെ പോകുവാനും അനുവദിക്കുക. എല്ലാറ്റിനെയും നന്ദിയോടെ കൃതജ്ഞയോടെ സ്വീകരിക്കുക. മുൻവിധി കൂടാതെ കാര്യങ്ങളെ സമീപിക്കുക. ഒന്നും തന്നെ അവകാശപ്പെടാതിരിക്കുക. അഭിമാനവും അഹങ്കാരവും ഇല്ലാതെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കിയാൽ നമുക്ക് ഓരോ നിമിഷവും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അമൃത് നുകരാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആരെയും നിഷ്ക്രിയനാക്കാനല്ല, ലോകത്തെയും ലോക സ്വഭാവത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ദുഃഖങ്ങൾ ഒഴിവാക്കി ജീവിക്കുവാൻ സാധിക്കും. എല്ലാവരും എല്ലാവരെയും സഹായിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടും ഇരിക്കണം. കൊടുക്കുന്നതിലാണ് നേട്ടമിരിക്കുന്നത്. എടുക്കുന്നവൻ കടക്കാരനാണ്. കടം അധികമാകുമ്പോൾ സന്തോഷം നമ്മെ വിട്ടുപിരിയും. കൊടുത്തുകൊണ്ടിരുന്നാൽ സന്തോഷിച്ചു കൊണ്ടും ഇരിക്കാം. ഈ സത്യം ഓർമ്മയിൽ വയ്ക്കുക. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ആരോടും മമതാബന്ധവും വയ്ക്കേണ്ട ആവശ്യമില്ല. ഒഴുകുന്ന നദി പോലെയായിരിക്കണം ജീവിതം. നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പലരെയും കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് ആരോടും മമതാബന്ധം വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് സ്വതന്ത്രനും സ്വസ്ഥനുമായി ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നത്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആഹ്ലാദിച്ചും ഉല്ലസിച്ചും കഴിയുക. അപ്പോൾ ജീവിതം ആനന്ദോത്സവമായി മാറും.